പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. സുന്ദരകാണ്ഡത്തിലെ മനോഹരമായൊരു വാക്കാണ് കണ്ടു ഞാൻ സീതയെ. സീതയെ ഞാൻ കണ്ടു എന്ന് വേണമെങ്കിൽ ഹനുമാന് രാമനോട് പറയാം. പക്ഷേ കാണുക എന്നതാണ് അവിടെ പ്രധാനം. സീതയെ കണ്ടെത്തുവാനാണ് പോയത്. അപ്പോൾ കണ്ടു ഞാൻ സീതയെ. ഒരു കാര്യം പറയുമ്പോൾ അതിൽ ഏത് വിഷയത്തിനാണോ പ്രസക്തിയുള്ളത് ആ വിഷയത്തെ കേന്ദ്രീകരിക്കുക. കണ്ടു ഞാൻ കണ്ടു കഴിഞ്ഞു സീതയെ. സീതയെ ഞാൻ കണ്ടു എന്ന് പറയുന്നതിനേക്കാൾ നല്ല ഒരു ഭാഷയാണ് കണ്ടു ഞാൻ സീതയെ. ഹനുമാന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ പ്രധാനമാണ്. അതോടുകൂടി സീതാദേവി ഇന്നേ സ്ഥലത്തുണ്ട്, കണ്ടെത്തിയിരിക്കുന്നു. ഇനി സീതയെ വീണ്ടെടുക്കണം. വീണ്ടെടുക്കാൻ എന്ത് ചെയ്യണം? വീണ്ടെടുക്കുവാൻ എല്ലാവരും യുദ്ധത്തിനു വേണ്ടി ലങ്കയിലേക്ക് പോകണം. ഒരു ഹനുമാനെ സംബന്ധിച്ച് കടൽ ചാടിക്കടക്കാം, പക്ഷെ എല്ലാവർക്കും കടൽ ചാടിക്കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് കടലിന് പാലം നിർമ്മിക്കുവാൻ തീരുമാനിച്ചു ശ്രീരാമചന്ദ്രൻ. കടലിന് പാലം കെട്ടി ലങ്കയിലേക്ക് ചെല്ലണം. അപ്പോൾ കടലിൻ്റെ ദേവനായ വരുണനെ തപസ് ചെയ്തു. വരുണൻ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. വളരെ അത്യാവശ്യ ഘട്ടമാണ്. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടില്ല. ഭഗവാൻ അല്പം കോപം വന്നു. തൻ്റെ അമ്പും വില്ലും കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു, നിന്റെ കടൽ തന്നെ ഞാനിതാ വറ്റിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് വരുണൻ വന്നത്. ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നതാണ് ഉചിതമായ പ്രവർത്തനം. എന്താണോ അത്യാവശ്യം, ഒരാൾക്ക് ശ്വാസം മുട്ടുമ്പോൾ അത്യാവശ്യം ഓക്സിജനാണെന്ന് മനസ്സിലാക്കണം. വിശക്കുമ്പോൾ അത്യാവശ്യം ഭക്ഷണമാണ്, ദാഹിക്കുമ്പോൾ വെള്ളമാണ്. ഇത് കണ്ടെത്തി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് ഒരാൾക്ക് തിരിച്ചറിവ് കൃത്യമായിട്ടുള്ള ഒരാളുടെ ലക്ഷണം. അങ്ങനെയാണ്. അങ്ങനെ സാഗരത്തിന് മധ്യത്തിലൂടെ പാലം പണിയുവാനുള്ള പണി ആരംഭിച്ചു. വാനര സൈന്യവും ബാക്കി എല്ലാവരും വന്നിട്ട് ആവശ്യമായ കല്ലുകളും പറകളും മണ്ണുമെല്ലാം കൊണ്ടുവന്ന് പാലം പണിതു ലങ്കയിലേക്ക്. രാമസേതു എന്നാണ് അതിൻ്റെ പേര്. പുതിയ പഠനത്തിലും സാഗരത്തിൻ്റെ അടിയിൽ 14 കിലോമീറ്റർ നീളത്തിൽ 1 കിലോമീറ്റർ വീതിയിലും 1 കിലോമീറ്റർ ഹൈറ്റിലുമുള്ള പാലം ഇപ്പോഴും കാണുന്നുണ്ട് നാസയുടെ എല്ലാം ആ ചിത്രങ്ങളിൽ. അപ്പം ഇത് രാമൻ ഏത് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്? ഇത് കരുണാനിധിയുടെ ചോദ്യമായിരുന്നു. രാമൻ പാലം കെട്ടിയിട്ടുണ്ട്. ഈ രാമസേതു തകർത്തിട്ട് കപ്പൽ ചാനൽ നിർമ്മിക്കുവാനാണ് UPA സർക്കാരിൻ്റെ കാലത്തൊരു പരിശ്രമം ഉണ്ടായത്. അതിശക്തമായ പ്രക്ഷോഭം ഭാരതം മുഴുവൻ ഉണ്ടാവുകയും ആ കർമ്മം UPA സർക്കാരിന് ഉപേക്ഷിക്കേണ്ടിയും വന്നു. കാരണം രാമസേതു തകർക്കുന്നത് നമ്മുടെ കടലിൻ്റെ ഗതിക്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. അത് നമ്മുടെ കരയെ ഒരുപാട് ദോഷകരമായ രീതിയിൽ ബാധിക്കുമെന്ന് ആധുനിക ശാസ്ത്രകാരന്മാർ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അതാണ് രാമസേതുവിൻ്റെ ഒരു ഐതിഹ്യം. അപ്പോൾ രാമസേതു കെട്ടി, പാലം കെട്ടി, രാവണനെ തേടി രാമൻ അങ്ങോട്ട് ചെന്നു. സീതാദേവിയെ തൻ്റെ പാദങ്ങളിൽ വെച്ച് നമസ്കരിക്കുവാൻ, മാപ്പ് പറയുവാൻ ഒരു ദൂതൻ വഴി ആവശ്യപ്പെട്ടു. അപ്പോഴും തെറ്റുകളും കുറ്റങ്ങളും മറക്കുവാനും പൊറുക്കുവാനും തിരുത്തുവാനും തയ്യാറാണ് എന്ന ഒരു സന്ദേശത്തെ നൽകുകയാണ് ചെയ്തത്. പക്ഷെ അതനുസരിക്കുവാൻ രാവണൻ്റെ ദുരഭിമാനം സമ്മതിച്ചില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു. ആ തെറ്റ് നമുക്ക് തിരുത്തുവാൻ അവസരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുത്തണം. തെറ്റുകൾ ആവർത്തിക്കാതിരിക്കണം എന്ന് നമ്മുടെ ആചാര്യന്മാർ പറയും. അതുകൊണ്ട് നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രായശ്ചിത്ത കർമ്മങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ കാമക്രോധ മോഹലോഭ മതമാത്സര്യങ്ങൾ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശിവക്ഷേത്രങ്ങളിലൊരു പൂജയുണ്ട്, ശത്രു സംഹാര പൂജ. അപ്പോൾ ആളുകൾ കരുതിയത് തൊട്ടടുത്ത വീട്ടിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രുവിനെ കൊല്ലുവാനുള്ള പൂജയാണ്. അങ്ങനെയല്ല. പാകിസ്ഥാൻ നമ്മുടെ ശത്രു രാജ്യമാണ്, അങ്ങനെയെങ്കിൽ നമ്മൾ കുറേ ശത്രു സംഹാര പൂജ നടത്തിയാൽ പോരെ, യുദ്ധത്തിൽ നിന്ന് പോകാതെ എന്നൊക്കെ അപഹസിക്കുന്നവരുണ്ട്. പക്ഷേ ആ ശത്രു എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ശത്രുവാണ്. ആ ശത്രുവിനെ നിഗ്രഹിക്കുവാനുള്ള പൂജ അത് ഭഗവാന്റെ സഹായത്തോടു കൂടി ചെയ്യുമ്പോഴാണ് അത് ശത്രു സംഹാര പൂജയാകുന്നത്. അപ്പം മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവിക വികാരങ്ങളുണ്ട്, ആസുരിക വികാരങ്ങളുമുണ്ട്. കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം ആസുരിക വികാരങ്ങളാണ്. സത്യം, ധർമ്മം, സ്നേഹം, നീതി, ദയ, സഹതാപം, കാരുണ്യം, ആർദ്രത തുടങ്ങിയത് ദൈവിക വികാരങ്ങളുമാണ്. അപ്പോൾ ദൈവിക വികാരങ്ങൾ ഉയരുവാനുള്ള സ്ഥലങ്ങളാണ്
ദൈവിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ അഥവാ നമ്മുടെ ക്ഷേത്രങ്ങൾ, നമ്മുടെ ഗുരുക്കന്മാരെല്ലാം നമ്മുടെ ഉള്ളിലെ ദൈവിക സമ്പത്തിനെ ഉണർത്തുവാൻ ഉപകരിക്കുന്നു. അവരുടെ കർമ്മം, അവരുടെ സാന്നിധ്യം, അവരുടെ വാക്കുകൾ എല്ലാം എന്ന് നാം മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ടാണ് ഭഗവത്ഗീതയിലെ 16-ാമത്തെ അധ്യായത്തിൻ്റെ പേര് ദൈവാസുര സമ്പത്ത് വിഭാഗ യോഗം എന്നാണ്. 26 ദൈവിക ഗുണങ്ങളെക്കുറിച്ച് അവിടെ വർണ്ണിച്ചിരിക്കുകയാണ്. അഭയം, സത്വസംശുദ്ധിർ, ജ്ഞാനയോഗ വ്യവസ്ഥിതി, ദാനം, ദമശ്ച യജ്ഞശ്ച, സ്വാധ്യായസ്തപ ആർജവം എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിലൂടെ നിർഭയം ജീവിക്കുക, ഭയമില്ലാത്ത അവസ്ഥ. ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ പോലീസിനെ കാണുമ്പോൾ നമ്മൾ ഭയക്കും, സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ പോലീസിനെ കാണുമ്പോൾ ഭയക്കും. അപ്പം നമ്മുടെ ഭാഗത്ത് ഒരു നിസ്സാരമായ തെറ്റുണ്ടാകുമ്പോൾ തന്നെ നാം ഭയന്നു പോകുന്നു എങ്കിൽ നമ്മുടെ ഭാഗത്ത് വലിയ തെറ്റുണ്ടെങ്കിൽ നാം എത്രമാത്രം ഭയക്കണം. അവിടെയാണ് വലിയ തെറ്റ് ചെയ്ത രാവണന് ഒരു കുറ്റബോധവുമില്ല. അനേകം സ്ത്രീകളെ അടിച്ചു മാറ്റി കൊണ്ടുവന്ന കൂട്ടത്തിൽ ഒരാളായിട്ടായിരുന്നു സീതാദേവിയെ കണ്ടെത്തിയെങ്കിൽ അവിടെ തെറ്റുപറ്റിയിരിക്കുന്നു രാവണന്. എല്ലാ പുരുഷന്മാരുടെയും ഭാര്യമാർ ഒരുപോലെയല്ല. എല്ലാ പുരുഷന്മാരും രാവണനെ ഭയന്നിട്ട് ഓടി ഒളിക്കില്ല. എല്ലാ പുരുഷന്മാരും രാവണന് മുന്നിൽ കീഴടങ്ങി കൊടുക്കില്ല. ഞാൻ എത്ര അഹങ്കാരിയാണെങ്കിലും ശക്തിമാനാണെങ്കിലും എന്നെ തോൽപ്പിക്കുവാൻ ഒരാൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന തിരിച്ചറിവില്ലാതെ പോയതുകൊണ്ട് രാവണന് സംഭവിച്ച നഷ്ടം വളരെ വളരെ വലുതായിരുന്നു. രാവണന്റെ ജീവൻ മാത്രമല്ലല്ലോ അവരെടുത്തത്, രാവണന്റെ കുലത്തെ മൊത്തം നശിപ്പിച്ചു കളഞ്ഞു. അച്ഛൻ്റെ കാമഭ്രാന്ത് കൊണ്ട് മകന് ജീവൻ കൊടുക്കേണ്ടി വന്നു. മേഘനാഥൻ പ്രിയപ്പെട്ട മകനാണ്. ദേവേന്ദ്രനെ ജയിച്ചതുകൊണ്ട് ഇന്ദ്രജിത്ത് എന്ന പേര് കരസ്ഥമാക്കിയ ആൾ. ദേവന്മാരെ ജയിച്ച് ദേവേന്ദ്രനെ കീഴ്പ്പെടുത്തുവാൻ ശക്തി ഉണ്ടായിരുന്ന ആ മകൻ പോലും അച്ഛൻ്റെ കാമഭ്രാന്തിന് വേണ്ടി മരിച്ചു വീഴുന്നു എന്ന് പറയുമ്പോൾ ഒരു രാവണൻ ആ കുലത്തിലുണ്ടാക്കിയ നഷ്ടത്തെ നാം ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നീതിശാസ്ത്രം പറയുന്നു, ഒരു കുടുംബത്തിലെ ഒരംഗം, ഒരു വലിയ കുടുംബത്തിലെ ഒരംഗം ആ കുടുംബത്തെ മൊത്തം നശിപ്പിക്കാൻ ഒരുങ്ങിയാണെങ്കിൽ ആ കുടുംബം ഒറ്റക്കെട്ടായി നിന്ന് ആ അംഗത്തെ നശിപ്പിച്ച് കുടുംബത്തെ രക്ഷിക്കണം. ഒരു കുടുംബം ഒരു ഗ്രാമത്തെ ആകമാനം വിഴുങ്ങാൻ തയ്യാറായി, നശിപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയാണെങ്കിൽ ആ ഗ്രാമം, ആ കുടുംബത്തെ നശിപ്പിച്ച് ഗ്രാമത്തെ രക്ഷിക്കണം. ഒരു ഗ്രാമമോ ഒരു സമൂഹമോ ഒരു സമുദായമോ ഒരു രാജ്യത്തെ മൊത്തം ഇല്ലാതാക്കുവാൻ പരിശ്രമിക്കുന്നുവെങ്കിൽ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് ആ സമാജത്തെ നശിപ്പിച്ച് രാജ്യത്തെ രക്ഷിക്കണം. ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യം സമസ്ത ലോകത്തിൻ്റെയും ശാന്തിക്ക് ഭീഷണിയായി വളർന്നു പ്രവർത്തിക്കുന്നു എങ്കിൽ ലോകം ഒറ്റക്കെട്ടായി നിന്ന് ആ രാജ്യത്തെ നശിപ്പിച്ച് ലോകത്തെ രക്ഷിക്കണം. ഇപ്പോൾ പാകിസ്ഥാൻ ലോകം മുഴുവൻ ഭീകരവാദികളെ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ഒരു കമ്പനി കൂടെയാണ്. അപ്പോൾ ലോകത്തിൻ്റെ സമസ്ത ഹിതാർത്ഥം, ലോകം ഇന്ന് ശാന്തിക്ക് കേഴുന്നത് ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്നാണ്. അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര രാജ്യത്തിലെ ഭീകരത അവസാനിപ്പിച്ചാൽ മാത്രമേ ലോകത്തിന് ശാന്തി ഉണ്ടാകുള്ളൂ. ഒരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകുന്ന ശാന്തി ലോകത്തിൻ്റെ ശാന്തിയാണ്. ഇപ്പം വിവേകാനന്ദ സ്വാമികളുടെ ഉള്ളിൽ ശാന്തി ഉണ്ടായി, അത് ലോകത്തിൻ്റെ ശാന്തിയായി. ഒസാമ ബിൻ ലാദൻ്റെ ഉള്ളിൽ അശാന്തി ഉണ്ടായി, അത് ലോകത്തിൻ്റെ അശാന്തിയായി. അദ്ദേഹം അമേരിക്കയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭീകരന്മാരുടെ സംഘത്തിൽ കുറച്ച് ആളുകളെ അയച്ചു. അവരോട് വിമാനം പറത്തുന്നത് കൃത്യമായിട്ട് പഠിക്കാൻ പറഞ്ഞു. അവർ നന്നായിട്ട് എക്സ്പേർട്ടായിട്ട് അതൊക്കെ പഠിച്ചു. ഒരേ സമയം 5 വിമാനങ്ങൾ റാഞ്ചി, ഇതിൽ 4 വിമാനങ്ങൾ കൊണ്ടുപോയിട്ട് വേൾഡ് ട്രേഡ് സെൻറ്റർ അടക്കം ഇടിപ്പിച്ചു. 10,000-കണക്കിന് ആളുകളെ കൊന്നുകളഞ്ഞു. ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടായ അശാന്തി ലോകത്തിന് എത്രയെത്ര ദുഃഖങ്ങളെ, കണ്ണുനീരുകളെ സമ്മാനിച്ചു എന്ന് നാം അറിയണം. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടാകുന്ന ശാന്തിയും അശാന്തിയും ലോകത്തിൻ്റെ ശാന്തിയും ലോകത്തിൻ്റെ അശാന്തിയുമായി മാറുന്നു എന്ന് നാം തിരിച്ചറിയണം. ഇവിടെയാണ് രാവണൻ്റെ ഉള്ളിലുണ്ടായ അശാന്തി ആ കുടുംബത്തിൻ്റെയും ആ വംശത്തിൻ്റെയും നാശത്തിന് കാരണമായി. താൻ തെറ്റ് ചെയ്തതാണ് എന്ന് അറിയാമായിരുന്നിട്ടും തെറ്റിനെ ശരിയായി വ്യാഖ്യാനിച്ചുകൊണ്ട്, തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട്, തെറ്റിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ട് അദ്ദേഹത്തിന് കാലവും രാമനും പൊറുക്കുവാൻ തയ്യാറായില്ല. രാമൻ്റെ ബാണമേറ്റ് ആ വംശത്തിലെ ഓരോരുത്തരും മരിക്കാൻ തുടങ്ങി എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇവിടെ രാമായണം നമ്മളെ പഠിപ്പിക്കുന്ന വലിയ പാഠമാണ്. തെറ്റ് യഥാകാലത്ത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ തെറ്റുകൊണ്ട് നമ്മൾ മാത്രമല്ല നമ്മുടെ കുലവും നശിച്ചു പോകുമെന്നുള്ളത്. നന്ദി, നമസ്കാരം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ.